പൂക്കി വോട്ടുമായി ന്യൂസ് മലയാളം ഇത്തവണ എത്തിയിട്ടുള്ളത് കോഴിക്കോട് മീഞ്ചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ്. തെരഞ്ഞെടുപ്പിനെ കുറിച്ചും SIR-നെ കുറിച്ചും വോട്ട് ചോരിയെക്കുറിച്ചുമെല്ലാം കൃത്യമായ നിലപാട് ഇവർക്കുണ്ട്. ജെൻസി കുട്ടികൾ സത്യത്തിൽ പൊളിറ്റിക്കൽ കിഡ്സ് ആണ് എന്നാണ് മീഞ്ചന്ത ആർട്സ് കോളേജിലെ പൂക്കികൾക്ക് പറയാനുള്ളത്. കാണാം. പൂക്കി വോട്ട് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഉറപ്പായ ഓഫറുകളും ഒരുപാട് സമ്മാനങ്ങളുമായി ഗ്രേറ്റ് കേരള ഫെസ്റ്റിവൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടുപിടിച്ച ചർച്ചകളാണ് നമ്മുടെ ക്യാമ്പസുകളിലും. പൂക്കി വോട്ടുമായിട്ട് ന്യൂസ് മലയാളം ഇന്ന് വന്നിട്ടുള്ളത് കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മീഞ്ചന്തയിലാണ്. നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നമ്മുടെ ജെൻസികൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികളാണ്. നമ്മളിവിടെ വന്നപ്പോൾ ഇവരും രാഷ്ട്രീയം തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പൊതുവേ നമ്മുടെ ജെൻസി കുട്ടികൾ അരാഷ്ട്രീയവാദികളാണ് എന്നൊരു പരക്കെ അങ്ങനെ ഒരു ആരോപണം ഉണ്ട്. അങ്ങനെയാണോ ശരിക്കും? ജെൻസി കുട്ടികൾ അരാഷ്ട്രീയവാദികളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരം പറയുകയാണെങ്കിൽ ഒരിക്കലും അല്ല. ജെൻസി കുട്ടികൾക്ക് പൊളിറ്റിക്സ് ഉണ്ട് എന്നതിനുള്ള ഏറ്റവും ഉദാഹരണമാണ് ക്യാമ്പസ് പൊളിറ്റിക്സ്, കലാലയ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ജെൻസി കുട്ടികൾ ആക്ച്വലി പൊളിറ്റിക്കൽ കിഡ്സ് ആണ്. പിന്നെ ഈ അരാഷ്ട്രീയത എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിനോടുള്ള ഒരു താല്പര്യമില്ലായ്മയാണ്. ആക്ച്വലി എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എല്ലാവർക്കും പൊളിറ്റിക്സ് ഉണ്ട്. കാലം മാറുന്നതനുസരിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പൊളിറ്റിക്സിൻ്റെ പ്രാധാന്യമായിക്കോട്ടെ, വിദ്യാർത്ഥികൾ അതിൽ പങ്കെടുക്കുന്ന പ്രാധാന്യമായിക്കോട്ടെ, എല്ലാം കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കുട്ടികൾ അവരുടെ പൊളിറ്റിക്സ് അവരുടെ വോട്ടിലൂടെ രേഖപ്പെടുത്തുന്നുമുണ്ട്. രാഷ്ട്രീയവാദിയാണോ? അല്ലല്ല, രാഷ്ട്രീയവാദി ഒന്നല്ല. ഓരോരുത്തർക്കും രാഷ്ട്രീയം ഉണ്ടാവുമല്ലോ. എല്ലാവർക്കും അതേമാതിരി രാഷ്ട്രീയം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. പണ്ടത്തെ കാലങ്ങളല്ല ഇപ്പോഴത്തെ കാലങ്ങൾ. ഇപ്പോൾ തലമുറ മാറി. ഇപ്പോൾ എൻ്റെ പപ്പൻ്റെ കാലഘട്ടത്തെ പോലത്തെ ആ ഒരു മൈൻഡ് സെറ്റ് അല്ല ഇപ്പോൾ യൂത്ത് കാലഘട്ടം. അപ്പോൾ ഇവർക്ക് വോട്ട് ചെയ്യാൻ തന്നെ ഇപ്പോൾ ഒരു താല്പര്യം കാണിക്കാത്തൊരു രീതിയിലേക്കാണ് ഇപ്പോൾ യൂത്ത് ജനറേഷൻ പോകുന്നത്. SIR നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? 10 വർഷം കൂടുമ്പം ജനസംഖ്യ ആയാലും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ സെൻസസ് എടുക്കുന്നുണ്ട്. അതുപോലെ ഇതിന് കൃത്യമായിട്ട് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഇത് എന്താ പറയുക, 2002 ശേഷം ഇങ്ങനെ ആദ്യമായിട്ടാണ്. അപ്പം അത് പലതരത്തിലുള്ള വോട്ട് ചോരി അതുപോലെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പം ഈ കള്ള വോട്ട് ചെയ്യുന്നതിനെതിരായിട്ട് ഏറ്റവും കൂടുതൽ അത് മാറ്റിയെടുക്കാൻ നമ്മൾ സഹായിക്കുന്ന ഒരു കാര്യമാണ് SIR. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ നല്ലൊരു കാര്യമാണ്. കൂടുതലും യുവാക്കളാണ് സ്ഥാനാർത്ഥികൾ. എന്ത് തോന്നിയത് കൊണ്ട്? അത് യൂത്ത് വരണത് കൂടുതൽ നല്ലതായിട്ട് തോന്നണം. കാരണം യൂത്തുകൾക്ക് ഒരു ഇത് വേണം, ഇത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്, ഞങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനും അവർക്ക് വേണ്ടി വോയിസ് ഇടാനും ഇവർക്ക് ഒരു അധികാരം അല്ലെങ്കിൽ ഒരു സ്ഥാനം ഉണ്ടാവും. അപ്പോൾ അതിന് യൂത്ത് വരുന്നതാണ് കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. എനിക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയുന്ന ആളുകൾ തന്നെ ഈ നാട് നന്നാവണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നിലപാടിനോട് യോജിക്കാൻ പറ്റും? അത് തെറ്റായതാണ്. വികസനം പറഞ്ഞ പക്ഷേ ഞാൻ വോട്ട് ചെയ്യില്ല പറഞ്ഞാൽ അതൊരു എന്താ പറയുക, നല്ലൊരു കാര്യമല്ല. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആൾക്കാരെ അങ്ങനത്തെ പ്രശ്നം മെയിൻ കാരണം പാർട്ടി നോക്കി വോട്ട് ചെയ്തിട്ടാണ്. നമ്മൾ ആളെ നോക്കി വോട്ട് ചെയ്യണം, പാർട്ടി നോക്കി ഒരിക്കലും വോട്ട് ചെയ്യരുത്. ഇപ്പോൾ BJP ആയാലും LDF ആയാലും അവിടുത്തെ ആൾ നിൽക്കുന്ന ആൾ നല്ലതാണെങ്കിൽ നമ്മൾ നമുക്ക് വോട്ട് ചെയ്യണം. അതേപോലെ ഇനിയിപ്പോൾ അങ്ങനെ ഒരാളും ഇല്ലെങ്കിൽ എന്താ ചെയ്യുക, ഇങ്ങനെ പറയുന്ന ഒരു കൂട്ടം ജനങ്ങൾ നല്ലൊരാളാണെങ്കിൽ അങ്ങനെ ഒരാൾ നിന്ന് സ്വതന്ത്ര സ്ഥാനമായിട്ട് നിന്ന് ഓൻ ജയിച്ച് ഓൻ വികസനം കാണിച്ചു കൊടുക്കാൻ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ രാജ്യത്ത് SIR നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൂട്ടം ആളുകൾ അതിനെ അനുകൂലിക്കുന്നുണ്ടെങ്കിലും അത് ഭരണഘടനാ വിരുദ്ധമാണെന്നൊരു കൂട്ടം ആളുകൾ പറയുന്നുണ്ട്. എന്താണ് അതിനോട് യോജിക്കുന്നത്? ഇപ്പോൾ SIR ഇതിനു മുമ്പ് രാജ്യം നടന്നത് 2002-ലാണ്. അതിനുശേഷം 2014 മറ്റൊരു കക്ഷിയാണ് രാജ്യത്ത് ഭരണത്തിലേറിയത്. അവർ വന്നതിന് ശേഷം ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ള ഒരുപാട് ഭരണഘടനാ സ്ഥാപനങ്ങൾ വിഴുങ്ങുന്ന സ്ഥിതി വന്നിട്ടുണ്ട്. ആ ഒരു കോൺടാക്സിലാണ് വീണ്ടും ഒരു SIR രാജ്യത്തേക്ക് വരുന്നത്. അപ്പോൾ രാജ്യത്തെ പൗരന്മാരുടെ പൗരത്വത്തിൻ്റെ മാനദണ്ഡം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പകരം ഇലക്ഷൻ കമ്മീഷൻ നിർണ്ണയിക്കുന്ന തരത്തിലേക്ക് രാജ്യത്തിലെ സ്ഥിതികൾ മാറിയിട്ടുണ്ട്. ആ കോൺടാക്സിലാണ് SIR-ന് ഒരു ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധത ഉണ്ട് എന്ന് പറയുന്ന കാരണം. പക്ഷേ രാജ്യവ്യാപകം ഇത് നടക്കുമ്പോൾ ഒരുപാട് പേരുടെ പൗരത്വം പോലും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഈ SIR നീക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, SIR അതിന് നേരായ ഉദ്ദേശം മാത്രം നടക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. പക്ഷേ രാജ്യത്തെ ജനങ്ങളുടെ പൗരത്വത്തിൻ്റെ മാനദണ്ഡം ഇലക്ഷൻ കമ്മീഷൻ അല്ല നിർണ്ണയിക്കേണ്ടത്, അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ്. ഇലക്ഷൻ കമ്മീഷനെ അടക്കം ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളായിരുന്നു രാഹുൽ ഗാന്ധി ആ പ്രസ് മീറ്റിലൂടെ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. അതിനെക്കുറിച്ച് എന്താ പറയുക? പ്രതിപക്ഷ നേതാവ് അവതരിപ്പിക്കുന്ന വോട്ട് ചോരി വിഷയം വളരെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി നിർണ്ണയിക്കേണ്ടതാണ്. പക്ഷേ ഇതിൽ സുപ്രീം കോർട്ട് പോലും വേണ്ടാത്ത ശ്രദ്ധ ചെലുത്തുന്നുള്ളതാണ്. വെറും 2 മാസം കൊണ്ട് തിരുവനന്തപുരം വിഷയത്തിൽ ഇടക്കാല ഉത്തരവ് പറയാൻ പറ്റും സുപ്രീം കോടതിന്. 3 മാസക്കാലമായിട്ടും വോട്ട് ചോരിന് ഇടക്കാല ഉത്തരവ് പോയിട്ട് ഒരു ശുപാർശ പോലും ഇതുവരെ സുപ്രീം കോടതിന് പറ്റിയിട്ടില്ല. തീർച്ചയായിട്ടും ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്ത് SIR-കൾ രൂപീകരിക്കണം. SR-ന്റെ പുറമെ SIR തന്നെ നടക്കണം. ഒരു പൗരന് ഒരു വോട്ട് എന്നൊരാശയം തന്നെ തീർച്ചയായിട്ടും കൊണ്ടുവരാം. പൊതു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. എത്തരത്തിലുള്ള ഒരു വിധിയാണ് പ്രതീക്ഷിക്കുന്നത്? എന്തായാലും ഇത്രയും കാലത്ത് 2014 വരെ കേരളം ഒന്ന്, അതിനു ശേഷം മറ്റൊരു കേരളം. ആ ഒരു തരത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആരാണ് അവിടെ വികസനം കൊണ്ടുവന്നതെന്നും
ഏതൊക്കെ തരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല തരത്തിലുള്ള വികസനമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിണറായി സർക്കാർ വന്നതിന് ശേഷം നമ്മൾ കാണുന്ന മാറ്റങ്ങൾ, സ്കൂളിലെ ടെക്നോളജികളിൽ വരുന്ന മാറ്റങ്ങൾ, അതിൽ മെയിനായിട്ട് കുട്ടികൾക്കുള്ള പോഷക ആഹാരത്തിൽ വരുന്ന മാറ്റങ്ങൾ, അത് വളരെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തൊരു ഗവൺമെൻറ്റാണ് ഈ കഴിഞ്ഞ കാലവർഷം കഴിഞ്ഞു പോകുന്നത്. അപ്പം ഇനിയും തിരിച്ചു വരുന്നത് ഇടതുപക്ഷം തന്നെയായിരിക്കും. നമ്മുടെ ക്യാമ്പസുകൾക്കും കൃത്യവും വ്യക്തവുമായ രാഷ്ട്രീയം പറയാനുണ്ട് എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? തങ്ങൾ ജെൻസി കിഡ്സ് അല്ല, പൊളിറ്റിക്കൽ കിഡ്സ് ആണ് എന്നാണ് ഇവർ ഓരോരുത്തരും പറയുന്നത്. പൂക്കി വോട്ടിൻ്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് മറ്റൊരു കോളേജിൽ വെച്ച് കാണാം. ML നിതീഷിനോടൊപ്പം ദിൽഷ തിലകൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്.